ഇന്നെന്താ പറഞ്ഞിരിക്കുന്നത്? റിവിഷനാണ്. നമ്മൾ നേരത്തെ നോക്കിയതുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ കിട്ടാത്ത പോയിന്റുകളും കുറച്ച് ആഡ് ചെയ്തൊക്കെ ഉള്ള കാര്യങ്ങളാണ് പറയുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, തുടങ്ങാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വായിക്കുകയാണ്. താഴെ പറയുന്നവയിൽ ഇന്ത്യയിലേക്കുള്ള യൂറോപ്യന്മാരുടെ ആഗമനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? യൂറോപ്യന്മാരുടെ ആഗമനം പ്രസ്താവന ശരിയായതാണ് ചോദിച്ചിരിക്കണം. ഒന്നാമത്തെ, കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിലേക്ക് എത്തിച്ചേർന്ന ആദ്യ യൂറോപ്യൻ ശക്തിയായിരുന്നു പോർച്ചുഗീസുകാർ. ശരിയാണ് അല്ലേ? കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്, ശുഭ പ്രതീക്ഷ മുനമ്പ് വഴി ആദ്യമായി കേരളത്തിലേക്ക് എത്തിയ വിദേശിയായിരുന്നു യൂറോപ്യന്മാരായിരുന്നു പോർച്ചുഗീസുകാർ. അടുത്ത ചോദ്യം, അടുത്ത സ്റ്റേറ്റ്മെന്റ്. 1741 കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാർക്കേറ്റ പരാജയം ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അവരുടെ ശക്തി ക്ഷയിക്കുന്നതിന് കാരണമായി. ശരിയാണ് അല്ലേ? 1741 എന്തുണ്ടായത്? കുളച്ചൽ യുദ്ധം. ആരൊക്കെയായിരുന്നു? ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗങ്ങളുമായി മറ്റു കപ്പലുകൾ വ്യാപാരം നടത്തുന്നത് തടയുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ വ്യവസ്ഥയായിരുന്നു കാർട്ടസ്. തെറ്റ് അല്ലേ? കാർട്ടസ് എന്ന് പറയുന്ന സംവിധാനം ഉണ്ടായിരുന്നു. വ്യാപാരം തടയുന്നതിന് ആരെങ്കിലും വ്യാപാരം തടയുന്നതിന് വേണ്ടി ചെയ്തിരുന്ന കാര്യവുമാണ് ഇത് കാർട്ടസ്. പക്ഷെ അത് നടപ്പിലാക്കിയത് ആരായിരുന്നു? പോർച്ചുഗീസുകാരായിരുന്നു. അതാണ് അവിടെ തെറ്റ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? ബ്രിട്ടീഷുകാരാണ് അല്ലേ? ഇന്ത്യയിലേക്ക് വ്യാപാരത്തിന് വന്ന ആദ്യത്തെ വിദേശികൾ എന്ന് വെച്ചാൽ ആരെ പറയണം? അറബികളെ പറയണം അല്ലേ? ആദ്യം യൂറോപ്യന്മാരെ ചോദിക്കുമ്പോഴാണ് നമ്മൾ ഏത് പറയണം? പോർച്ചുഗീസുകാർ. വാസ്കോഡ ഗാമ കേരളത്തിൽ വന്നല്ലേ? എന്നാ വന്നത്? 1798 മെയ് 20. എവിടെ വന്നു? കാപ്പാട്. ഏത് കടപ്പുറം? പന്തലായനി കടപ്പുറം അല്ലെ? ഏത് പഞ്ചായത്തിലാണ് പന്തലായനി? ചേമഞ്ചേരി പഞ്ചായത്തിലാണ്. വാസ്കോഡ ഗാമയുടെ പിൻഗാമിയായി കേരളത്തിൽ വന്ന ആള് കബ്രാൾ, അൽവാരസ് കബ്രാൾ. 498 വാസ്കോഡ ഗാമ വന്നു. 1500 ആയപ്പോ അൽവാരസ് കബ്രാൾ വന്നു അല്ലെ? പോർച്ചുഗീസുകാർക്കെതിരെ പോരാടാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് തുഫത്തുൽ മുജാഹിദീൻ എന്ന കൃതി രചിച്ചതാര്? ഷെയ്ഖ് സൈനുദ്ദീൻ അല്ലെ? തുഫത്തുൽ മുവാഹിദീൻ എന്ന് പറഞ്ഞൊരു കൃതിയുണ്ട് കേട്ടോ. ആരെയെന്നറിയോ? രാജാറാം മോഹൻ റോയരെയാണ് അല്ലെ? പിന്നെ ഏകദൈവ വിശ്വാസികൾക്കൊരു ഉപഹാരം, എ ഗിഫ്റ്റ് ടു മോണോത്തിസ്റ്റ്. ആരുടെ പുസ്തകമാണ്? രാജാറാം മോഹൻ റോയ്. അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞ പുസ്തകം തുഫത്തുൽ മുജാഹിദീൻ ആരെഴുതിയത്? ഷെയ്ഖ് സൈനുദ്ദീൻ. നമ്മുടെ പഴയ പാഠപുസ്തകത്തിലും ഈ പുസ്തകത്തിന്റെ കാര്യം പറയുന്നുണ്ട് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി സാമൂതിരി രാജാവിന്റെ നാവികപ്പടയുടെ തലവനെ അറിയപ്പെട്ടിരുന്ന പേര്? കുഞ്ഞാലി മരക്കാർ. സാമൂതിരി രാജാവിന്റെ നാവികപ്പടയുടെ തലവനെ അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? കുഞ്ഞാലി മരക്കാർ. കുഞ്ഞാലി മരക്കാർ ഒരു വ്യക്തിയാണോ? അല്ല. എത്ര വ്യക്തിയുണ്ട്? കുടുംബ പേരാണ് അല്ലേ? എത്ര വ്യക്തിയുണ്ട്? 4. കുഞ്ഞാലി 1, കുഞ്ഞാലി 2, കുഞ്ഞാലി 3, കുഞ്ഞാലി 4. ഇതിൽ ഏറ്റവും ശക്തനായിരുന്നു 3. കുഞ്ഞാലി 3. ഏറ്റവും ശക്തനായിരുന്നു കുഞ്ഞാലി 3. പട്ടുമരക്കാർ എന്നറിയപ്പെട്ടിരുന്നത് ആരാണ്? കുഞ്ഞാലി 3. കുട്ടി പോക്കർ എന്നറിയപ്പെട്ടിരുന്നത് 2. ഇത് മറ്റേ ചേരുംപടി ചേർക്കാൻ വേണ്ടി ചോദിക്കും കേട്ടോ. അപ്പൊ അതിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതാം. അപ്പൊ പട്ടുമരക്കാർ എന്നറിയപ്പെട്ടിരുന്നത് കുഞ്ഞാലി 3. കുട്ടിപ്പോക്കർ അലി എന്നറിയപ്പെട്ടിരുന്നത് കുഞ്ഞാലി 2. ഈ കുഞ്ഞാലി 3 നേതൃത്വത്തിലാണ് 1571 ഏത് കോട്ട പിടിച്ചെടുത്തത്? ചാലിയം കോട്ട പിടിച്ചെടുത്തത്. കുഞ്ഞാലി 3 നേതൃത്വത്തിൽ ചാലിയം കോട്ട പിടിച്ചെടുത്തു. എല്ലാം തകർത്ത് കളഞ്ഞു കേട്ടോ. ഇഷ്ടികളെല്ലാം പിഴുതെറിഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ. ഈ ചാലിയം കോട്ടത്തേക്ക് ഒരു വിശേഷണമുണ്ട്. സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി. പറ അഭിജിത്ത്, പറ. സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്നതാണ് ചാലിയം കോട്ട അല്ലെ? വാസ്കോഡ ഗാമയ്ക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികൻ അൽവാരോ വെൻഹോഫ്. ആരാണ്? അൽവാരോ വെൻഹോഫ്. വാസ്കോഡ ഗാമ എന്ന ഒരു സ്ഥലം ഇന്ത്യയിലുണ്ട്. എവിടെയാണ്? ഗോവയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വാസ്കോഡ ഗാമ എന്ന സ്ഥലം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഗോവയിലാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി എന്നറിയപ്പെടുന്നത് വാസ്കോഡ ഗാമ. അങ്ങനെ വിശേഷിപ്പിച്ചത് മാനുവൽ രാജാവാണ്. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഓർമ്മയില്ലെങ്കിൽ എന്ത് ചെയ്യുക? ഒന്നുകൂടെ എന്ത് ചെയ്യുക? നമുക്ക് ഈ വീഡിയോ കേട്ട് നോക്കാം. അപ്പം മനസ്സിലാവും. അടുത്ത അൽബുക്കർക്കിനെ കുറിച്ചാണ് പറയണം. ഇന്ത്യയിലെ ഏറ്റവും ശക്തനായ പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്നു അൽബുക്കർക്ക്. ഏറ്റവും ശക്തനായ പോർച്ചുഗീസ് വൈസ്രോയി. നോക്കട്ടെ, മിശ്ര കോളനി വ്യവസ്ഥ നടപ്പിലാക്കിയത്
അൽബുക്കർക്കാണ്. എന്താ ഈ മിശ്ര കോളനി വ്യവസ്ഥ? അതായത് ഇവിടെ പോർച്ചുഗീസ് വരൂലേ, അവരൊന്ന് ഇവിടുത്തെ സ്ത്രീകൾ എന്ത് ചെയ്യും, വിവാഹം കഴിക്കും. ആ തലമുറയിലുള്ള എന്ത് ചെയ്യും, മക്കള് ജനിക്കും. അങ്ങനെ പോർച്ചുഗീസുകാർക്കൊരു ആധിപത്യമുള്ള, അവർക്കൊരു അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു തലമുറ ഇവിടെ വളർത്തിയെടുക്കാൻ ആര് തീരുമാനിച്ചു? അൽബുക്കർക്ക് തീരുമാനിച്ചു. പക്ഷെ ഇത് പരാജയപ്പെട്ടു കേട്ടോ. നമ്മുടെ നാട്ടിലെ സ്ത്രീകളല്ലേ അല്ലേ, ഇവരൊന്നും പിന്നെ എന്ത് ചെയ്തില്ല, വീട്ടിന് വെളിയിറങ്ങാത്ത അവസ്ഥയായി കേട്ടോ. അങ്ങനെ ഈ മിശ്ര കോളനി വ്യവസ്ഥ എന്തായിരുന്നു, ഒരു പരാജയമായിരുന്നു. ഓക്കെ, ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യത്തെ കോട്ട ചോദിക്കുകയാണെങ്കിൽ പള്ളിപ്പുറം കോട്ടയാണ്. ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യത്തെ കോട്ട ചോദിക്കുകയാണെങ്കിൽ പള്ളിപ്പുറം കോട്ട. പള്ളിപ്പുറം കോട്ട എവിടെയാ? കൊച്ചി വൈപ്പിനിലാണ് അല്ലേ. അതുകൊണ്ട് വൈപ്പിൻ കോട്ട എന്നറിയപ്പെടുന്നു, ആയക്കോട്ട എന്നറിയപ്പെടുന്നു, മാനുവൽ കോട്ട എന്നറിയപ്പെടുന്നു, അഴീക്കോട്ട എന്നറിയപ്പെടുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അറിയപ്പെടുന്നു. ഇനി സതി നിരോധിച്ച പോർച്ചുഗീസ് വൈസ്രോയി എന്ന് വെച്ചാൽ അൽബുക്കർക്ക്. ഓക്കെ, ഇനി ഒരു പോയിന്റ് കൂടെ ചോദിച്ചു കേട്ടോ. പോർച്ചുഗീസുകാരുടെ ആസ്ഥാനം കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് മാറ്റിയതാര്? അൽബുക്കർക്ക്. പോർച്ചുഗീസുകാരുടെ ആസ്ഥാനം കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് മാറ്റിയത് ആരാണ്? അൽബുക്കർക്ക് ആണ് അല്ലേ. അപ്പൊ അൽബുക്കർക്കിന്റെ പ്രത്യേകതകൾ ഞാൻ പറഞ്ഞ ഓരോന്ന് പറയോ. ഒന്ന്, ആദ്യത്തെ എന്താ പറഞ്ഞേ, ഏറ്റവും ശക്തനായ പോർച്ചുഗീസ് വൈസ്രോയി. രണ്ട്, ഒരു വ്യവസ്ഥ. എന്ത് വ്യവസ്ഥ? മിശ്ര കോളനി വ്യവസ്ഥ നടപ്പിലാക്കി അല്ലെ. ഇന്ത്യയിൽ ആദ്യമായി യൂറോപ്യൻ കോട്ട നിർമ്മിച്ചത് ആരാണ്? അൽബുക്കർക്കാണ്. അൽബുക്കർക്കിന്റെ സമയത്താണ് പള്ളിപ്പുറം കോട്ടയാണ് കേട്ടോ. സതി നിരോധിച്ച പോർച്ചുഗീസ് വൈസ്രോയി ചോദിച്ചാലും അൽബുക്കർക്ക് അല്ലെ. പിന്നെ ഒരു കാര്യം പറഞ്ഞല്ലോ, ക്യാപിറ്റൽ മാറ്റിയല്ലോ, കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് ക്യാപിറ്റൽ മാറ്റിയതാരാണ്? അൽബുക്കർക്ക്. ഓക്കെ, ഇന്ത്യ അതിന് മുമ്പത്തെ ഒരു കാര്യം, ഇന്ത്യയിൽ നിയമിതനായ ആദ്യ പോർച്ചുഗീസ് വൈസ്രോയി ഏറ്റവും ശക്തനാണ് ആര്? അൽബുക്കർക്ക്. ആദ്യ പോർച്ചുഗീസ് വൈസ്രോയി ഡി അൽമേഡ. ആരാണ്? അൽമേഡ, ഫ്രാൻസിസ്കോ ഡി അൽമേഡ. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ഡി അൽമേഡ. ഏറ്റവും ശക്തനായ പോർച്ചുഗീസ് വൈസ്രോയി അൽബുക്കർക്ക്. മിശ്ര കോളനി വ്യവസ്ഥ നടപ്പിലാക്കിയത് അൽബുക്കർക്ക്. ഓക്കെ, സതി നിരോധിച്ചത് അൽബുക്കർക്ക്. ആസ്ഥാനം കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് മാറ്റിയതും അൽബുക്കർക്ക്. ഓക്കെ, ഇനി നോക്കിയോ, ബ്ലൂ വാട്ടർ പോളിസി നടപ്പിലാക്കിയത് അൽമേഡ. നീല ജലനയം പദ്ധതി നടപ്പിലാക്കിയതും അൽമേഡ. 1505 കണ്ണൂരിൽ സെന്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിക്കുന്നത്. ഏത് കോട്ട? സെയിന്റ് ആഞ്ചലോസ് കോട്ട കേട്ടോ. ഈ അൽമേഡയുടെ നേതൃത്വത്തിലാണ്. ഒരു ചോദ്യം ചോദിക്കാം, ഡച്ച് കൊട്ടാരം പണിയെടുപ്പിച്ചത് പോർച്ചുഗീസുകാരാണ് കേട്ടോ. ഡച്ച് കൊട്ടാരം പണിയെടുപ്പിച്ചത് പോർച്ചുഗീസുകാരാണ്. ഓക്കെ, ആദ്യം ഇത് പോർച്ചുഗീസുകാർ പണി കഴിപ്പിച്ചു, പിന്നീട് അതിനെ മെയിൻ്റെനൻസ് ഒക്കെ ചെയ്ത് വലിയ രീതിയിലാക്കിയതാരാണ്? ഡച്ചുകാരാണ്. അതുകൊണ്ടാണ് അതിന് എന്തെന്നറിയപ്പെടുന്ന ഡച്ച് കോട്ട എന്നറിയപ്പെടുന്നത്. അതിനുശേഷം നമ്മൾ എങ്ങനെ പഠിക്കും? ഡച്ച് കോട്ട പണിയെടുപ്പിച്ചത് ആരെന്ന് ചോദിക്കുമ്പോൾ ആര് പഠിക്കും? പോർച്ചുഗീസുകാരെന്ന് നമ്മൾ പഠിക്കും. ക്ലിയർ ആണോ ഇതുവരെ? അപ്പോൾ ഡച്ച് കൊട്ടാരം പണിയെടുപ്പിച്ച ആരെന്ന് ചോദിച്ചാൽ ആരാണ്? പോർച്ചുഗീസുകാർ. നോക്കിയോ, 1555 കൊച്ചി രാജാവായ വീര കേരള വർമ്മയ്ക്ക് നിർമ്മിച്ചു നൽകിയ പോർച്ചുഗീസുകാർ നിർമ്മിച്ചു നൽകിയ കൊട്ടാരമാണ് ഏത്? ഡച്ച് കൊട്ടാരം. പോർച്ചുഗീസുകാരുടെ സംഭാവന. പോർച്ചുഗീസുകാർ കേരളത്തിലേക്ക് കൊണ്ടുവന്ന എന്തൊക്കെ സാധനങ്ങളാണെന്ന് നോക്കാം. പായിൽ തുടങ്ങുന്ന 3 കാര്യങ്ങൾ: പപ്പായ, പേരയ്ക്ക, പുകയില. ഏതൊക്കെയാണ്? പപ്പായ, പേരയ്ക്ക, പുകയില. ഇനി നമ്മുടെ ഒരു നാട്ടിലെ റബ്ബർ വിള ആലോചിച്ചാൽ മതി കേട്ടോ. റബ്ബർ, അവിടെ കശുവണ്ടി ഉണ്ടാവും, കൈതച്ചക്ക ഉണ്ടാവും, അതിൻ്റെ അറ്റത്ത് കുറച്ച് മരിച്ചിനി ഉണ്ടാവും. ക്ലിയർ ആണല്ലോ? അപ്പൊ റബ്ബർ വിളയിൽ എന്തൊക്കെ ഉണ്ടാവും? റബ്ബർ ഉണ്ടാവും, കശുവണ്ടി ഉണ്ടാവും, കൈതച്ചക്ക ഉണ്ടാവും, മരച്ചീനി ഉണ്ടാവും. ഇതൊക്കെ ആരുടെ സംഭാവനയാണ്? പോർച്ചുഗീസുകാരുടെ സംഭാവനയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞത് 1971 കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തി അല്ലെ. ആര് പരാജയപ്പെടുത്തി? 1741 കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാർക്കേറ്റ പരാജയം ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അവരുടെ ശക്തി ക്ഷയിക്കുന്നതിന് കാരണമായി എന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ കുളച്ചൽ യുദ്ധം നടന്ന വർഷം 1741. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം 1602 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ അല്ലേ. ഈ ബോൾഗാട്ടി പാലസ് പണിയെടുപ്പിച്ചായിരുന്നു വെച്ചാൽ ഡച്ചുകാരാണ്. ഏതാണ്? ബോൾഗാട്ടി പാലസ് പണിയെടുപ്പിച്ചത് ഡച്ചുകാരാണ് അല്ലേ. ഇനി ഇന്ത്യക്ക് കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നു ഡച്ചുകാർ. എന്തൊക്കെയാണെന്ന് നോക്കാം.
ശാസ്ത്രീയ വശങ്ങൾ കേട്ടോ, ഉപ്പുണ്ടാക്കുന്നത്. പിന്നെ തുണികളിൽ ചായം പൂശുന്ന വിദ്യ, പിന്നെ തെങ്ങ് കൃഷി, ഇവിടെയൊക്കെ ശാസ്ത്രീയ കൃഷി രീതികൾ. അപ്പോൾ ഉപ്പ് നിർമ്മാണം, തുണികളിൽ ചായം പൂശുന്നത്, തെങ്ങ്, നെല്ല്, ഇവരുടെയൊക്കെ ശാസ്ത്രീയ കൃഷി രീതികളൊക്കെ പഠിപ്പിച്ചു തന്നത് ആരാണ്? ഡച്ചുകാരാണ്. ഈ ഡച്ചുകാരുടെ സംഭാവനയായ ഒരു ബുക്കുണ്ടല്ലോ, പറയാം, ഓർത്തൂസ് മലബാറിക്കസ്. ഏത് ഭാഷയിൽ എഴുതി? ലാറ്റിൻ ഭാഷയിൽ. എവിടെ നിന്ന് പുറത്തിറങ്ങി? ആംസ്റ്റർഡാം, നെതർലാൻഡിന്റെ തലസ്ഥാനം ആംസ്റ്റർഡാമിൽ നിന്നാണ് പുറത്തിറങ്ങിയത്. 1678 മുതൽ 1703 വരെ എത്ര വോളിയങ്ങളിലായിട്ടെന്ന് അറിയാം? 12 വോളിയങ്ങളിലായിട്ടാണ് എന്ത് പുറത്തിറങ്ങിയത്? ഓർത്തോസ് മലബാറി. എത്ര സസ്യങ്ങളെ കുറിച്ച് പറയുന്നു എന്നറിയോ? 742. 742 അല്ലെ? ആദ്യം പരാമർശിക്കുന്ന സസ്യം തെങ്ങ്. ആദ്യം പരാമർശിക്കുന്ന സസ്യം തെങ്ങ്. അവസാനം പരാമർശിക്കുന്ന സസ്യം ആൽമരം. അവസാനം പരാമർശിക്കുന്ന സസ്യം ആൽമരം. ഈ ഹോർത്തൂസ് മലബാറിക്കസിന്റെ പ്രത്യേകത എന്താ? മലയാളം ലിപി അച്ചടിച്ച ആദ്യ പുസ്തകമാണ് ഏത്? ഹോർത്തൂസ് മലബാറിക്കസ്. മലയാളം ലിപി അച്ചടിച്ച ആദ്യ പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. മലയാളം ലിപി അച്ചടിക്കാൻ ഇങ്ങനെ സഹായിച്ച വ്യക്തി ഇമ്മാനുവൽ റോയ് അല്ലേ? ഈ പോർഷനൊക്കെ പഠിച്ചിട്ടിരിക്കുകയാണ് അല്ലേ? മലയാളം ലിപി അച്ചടിക്കാൻ സഹായിച്ച വ്യക്തിയാണ് ആര്? ഇമ്മാനുവൽ റോയ്. ഈ ഹോർത്തൂസ് മലബാറിക്കസിന്റെ തയ്യാറാക്കാൻ നേതൃത്വം നൽകിയത് വാൻ റീഡ്, അഡ്മിറൽ വാൻ റീഡ്. ഈ അഡ്മിറൽ വാൻ റീഡിനെയാണ് ആര് സഹായിച്ചത്? ഇമ്മാനുവൽ റോയ് സഹായിച്ചത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പറയാം, ഇതെല്ലാം പ്രീവിയസ് ആണ് കേട്ടോ, എന്നാലും ഒന്നുകൂടെ പറയാം. ഈ ഹോർത്തൂസ് മലബാറിക്കസിന് തയ്യാറാക്കാൻ വേണ്ടി സഹായിച്ച ഈഴവ വൈദ്യൻ ഇട്ടി അച്യുതൻ. ഈഴവ വൈദ്യൻ ചോദിച്ചാൽ ഇട്ടി അച്യുതൻ. ബ്രാഹ്മണ വൈദ്യൻ 3 പേരുണ്ട്. അപ്പുഭട്ട്, രംഗഭട്ട്, വിനായക ഭട്ട്. ഏതൊക്കെയാണ്? അപ്പുഭട്ട്, രംഗഭട്ട്, വിനായക. കാർമൽ പുരോഹിതൻ ജോൺ മാത്യൂസ്. കാർമൽ പുരോഹിതനാണ് ജോൺ മാത്യൂസ് അല്ലേ? ഈ ജോൺ മാത്യൂസിന് വേറൊരു പ്രത്യേകത ഉണ്ട്. ചിത്രം വരയ്ക്കാൻ വേണ്ടി ഹോർത്തൂസ് മലബാറിക്കസിൽ ചിത്രം വരയ്ക്കാൻ വേണ്ടി സഹായിച്ച വ്യക്തിയാണ് ആര്? ജോൺ മാത്യൂസ്. ഓക്കെ, ഇതെന്താ? ഗാഷ്യ ഡാ ഓർത്ത അറിയോ? ഇന്ത്യയിലെ ഔഷധ സസ്യങ്ങളെ കുറിച്ച് പറയുന്ന പോർച്ചുഗീസുകാരുടെ സംഭാവനയാണ് ഏത്? ഗാഷ്യാഡ ഓർത്ത. മനസ്സിലായ? ഇന്ത്യയിലെ ഔഷധ സസ്യങ്ങളെ കുറിച്ച് പറയുന്ന പോർച്ചുഗീസുകാരുടെ സംഭാവനയാണ് ഗാഷ്യാഡ ഓർത്ത. ഓക്കേണാ? ഓക്കെ, ഇനി ഹോർത്തൂസ് മലബാറിക്കസിലോട്ട് വരാം. ഇതിന്റെ ഇംഗ്ലീഷ് മലയാള ഭാഷ പരിഭാഷ ചെയ്ത് ഇംഗ്ലീഷിലോട്ടും മലയാളത്തിലോട്ടും പരിഭാഷ ചെയ്ത് ഈ ഇടയ്ക്ക് മരിച്ചുപോയൊരു വ്യക്തിയൊക്കെയാണ് മണിലാൽ. ആരാണ്? KS മണിലാൽ. ഓക്കെ, ഇനി ഇതിനെ മലയാളത്തിലേക്ക് ഭാഷാ പരിവർത്തനം ചെയ്ത ഏത് യൂണിവേഴ്സിറ്റി ആണെന്ന് ചോദിച്ചാൽ കേരള യൂണിവേഴ്സിറ്റി, കേരള സർവകലാശാല. ഓക്കെ, അടുത്ത് കേരളത്തിന്റെ ചരിത്രത്തിൽ ഷീമ എന്നറിയപ്പെടുന്ന പ്രദേശം ഇംഗ്ലണ്ട്. ഷീമക്കാരെന്നറിയപ്പെടുന്നത് ബ്രിട്ടീഷുകാർ. അപ്പൊ ഷീമ എന്നറിയപ്പെടുന്ന പ്രദേശം ഇംഗ്ലണ്ട് അല്ലെ? കേരളത്തിൽ ആദ്യമെത്തിയ ബ്രിട്ടീഷുകാരൻ മാസ്റ്റർ റാൽഫിച്ച്. കേരളത്തിൽ ആദ്യമെത്തിയ ബ്രിട്ടീഷുകാരനെ ചോദിച്ചാൽ മാസ്റ്റർ റാൽഫിച്ച്. വ്യാപാരത്തിന് വേണ്ടി കേരളത്തിലെത്തിയ ആദ്യ ബ്രിട്ടീഷുകാരൻ ക്യാപ്റ്റൻ കീലിംഗ്. അപ്പൊ ഇന്ത്യയിൽ ആദ്യമെത്തിയ ബ്രിട്ടീഷുകാരനെ ചോദിച്ചാൽ മാസ്റ്റർ റാൽഫിച്ച്. എന്നാൽ വ്യാപാരത്തിന് വേണ്ടി കേരളത്തിലെത്തിയ ആദ്യ ബ്രിട്ടീഷുകാരനാണ് ക്യാപ്റ്റൻ കീലിംഗ് അല്ലേ? ഇനി ഒരു ചോദ്യം കേട്ടോ. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ ആദ്യ വ്യാപാരശാല ആരംഭിച്ചത് എവിടെ? വിഴിഞ്ഞം. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ ആദ്യ വ്യാപാരശാല ആരംഭിച്ചത് എവിടെയെന്ന് വെച്ചാൽ വിഴിഞ്ഞം. ഓക്കെ, അടുത്തൊരു ടോപ്പിക്കിലോട്ട് പോവാം. പ്രീവിയസ് ക്വസ്റ്റ്യൻ വായിക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആയില്യം തിരുനാളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതെന്നാണ്? ഓക്കെ, തിരുവിതാംകൂർ രാജാവാണ് അല്ലേ? പേരെന്താ പറഞ്ഞേ? ആയില്യം തിരുനാളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, സെക്രട്ടേറിയറ്റ് മന്ദിരം പണി കഴിപ്പിച്ചു. ശരിയാണ്. സെക്രട്ടേറിയറ്റ് മന്ദിരം പണി കഴിപ്പിച്ച ആരുടെ കാലത്ത്? ആയില്യം തിരുനാളിന്റെ കാലത്ത്. പുനലൂർ തൂക്കുപാലം പണി കഴിപ്പിച്ചു. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്. ശരിയാണ്. പുനലൂർ തൂക്കുപാലം പണി കഴിപ്പിച്ച ആരുടെ കാലത്താണ്? ആയില്യം തിരുനാളിന്റെ കാലത്ത് അല്ലെ? കൊല്ലം ചെങ്കോട്ട റെയിൽവേ ലൈൻ ആരംഭിച്ചു. സംശയമുണ്ടോ? അത് ആയില്യം തിരുനാളിന്റെ കാലത്തല്ല.
അത് മൂലം തിരുനാളിന്റെ കാലത്താണ്. ശ്രീ മൂലം തിരുനാളിന്റെ കാലത്താണ് ഏത് കൊല്ലം ചെങ്കോട്ട റെയിൽവേ ലൈൻ ആരംഭിച്ചത്. ഓക്കെ, അടുത്ത് തിരുവനന്തപുരത്ത് ജനറൽ ആശുപത്രി സ്ഥാപിച്ചു. ശരി, ആയില്യം തിരുനാളിന്റെ കാലത്താണ് ജനറൽ. അപ്പൊ 3 കാര്യങ്ങൾ പറഞ്ഞു ആയില്യം തിരുനാളിന്റെ കാലത്ത്. ഒന്നെന്താ പറഞ്ഞേ? സെക്രട്ടേറിയറ്റ് മന്ദിരം. 2 പുനലൂർ തൂക്കുപാലം. തിരുവനന്തപുരത്തെ ജനറൽ ഹോസ്പിറ്റലും പറഞ്ഞായിരുന്നു. ഓക്കേണാ? നോക്കിയോ, ആയില്യം തിരുനാളുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൂടെ പറഞ്ഞു നോക്കാം. നോക്കിയോ, 1865 പണ്ടാരപ്പാട്ട വിളംബരം. കേട്ടിട്ടുണ്ടല്ലോ പണ്ടാരപ്പാട്ട വിളംബരം. ഇതിനൊരു വിശേഷണം ഉണ്ടല്ലോ. തിരുവിതാംകൂർ കർഷകരുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നതാണ് ഏത്? പണ്ടാരപ്പാട്ട വിളംബരം. തിരുവിതാംകൂർ കർഷകരുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നതാണ് പണ്ടാരപ്പാട്ട വിളംബരം. ആരുടെ കാലത്താണ്? ആയില്യം തിരുനാളിന്റെ കാലത്ത്. നോക്കിയോ, വിക്ടോറിയ രാജ്ഞിയിൽ നിന്നും മഹാരാജ പദവി ലഭിച്ച വ്യക്തിയായിരുന്നു വെച്ചാൽ ആയില്യം തിരുനാൾ. ഒന്നുകൂടെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു നോക്കാം. വിക്ടോറിയ രാജ്ഞിയിൽ നിന്നും മഹാരാജ പദവി ലഭിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ആയില്യം തിരുനാൾ. 1867 ജന്മി കുടിയാൻ വിളംബരം നടത്തിയതും ആയില്യം തിരുനാൾ. ഒന്നുകൂടെ പറ. 1867 ജന്മി കുടിയാൻ വിളംബരം നടത്തിയതും ആയില്യം തിരുനാൾ കാലത്ത്. ഓക്കെ, ഒരു ചോദ്യം കേട്ടോ. തിരുവിതാംകൂറില് ആദ്യ സെൻസസ് നടത്തിയത് സ്വാതി തിരുനാൾ. അത് നമുക്കറിയാം. തിരുവിതാംകൂറിലെ ആദ്യത്തെ സെൻസസ് നടത്തിയത് സ്വാതി തിരുനാൾ. എന്നാൽ തിരുവിതാംകൂറിലെ ആദ്യത്തെ ക്രമീകൃത സെൻസസ് നടത്തിയത് ആയില്യം തിരുനാളിന്റെ കാലത്താണ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ ക്രമീകൃത സെൻസസ് നടത്തിയത് ആരുടെ കാലത്താണ്? ആയില്യം തിരുനാളിന്റെ കാലത്താണ്. ഒരു ചോദ്യം പറയട്ടാ. പൊതുമരാമത്ത് വകുപ്പ് ആരംഭിച്ച തിരുവിതാംകൂർ ഭരണാധികാരി നമ്മൾ പറയണ ആയില്യം തിരുനാൾ. പൊതുമരാമത്ത് PWD വകുപ്പ് ആരംഭിച്ചതും ആയില്യം തിരുനാൾ. നോക്കിയോ, പൊതുമരാമത്തും സർക്കാർ ജീവനക്കാരെയും തമ്മിൽ കണക്ട് ചെയ്ത് പഠിക്കുക. സർക്കാർ ജീവനക്കാർക്ക് വാക്സിനേഷൻ ഏർപ്പെടുത്തിയ അന്ന് നൽകിയ തിരുവിതാംകൂർ രാജാവാണ് ആര്? ആയില്യം തിരുനാൾ. ഓക്കെ, അപ്പൊ ഏതൊക്കെ പറഞ്ഞു? പൊതുമരാമത്ത് വകുപ്പും പറഞ്ഞു. സർക്കാർ ജീവനക്കാർക്ക് വാക്സിനേഷൻ ഏർപ്പെടുത്തിയ തിരുവിതാംകൂർ രാജാവ് ആരാണ്? ആയില്യം തിരുനാളാണ്. ഓക്കെ, അപ്പൊ ആയില്യം തിരുനാളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു നോക്കാം. ഒന്ന് പറഞ്ഞേ. സെക്രട്ടേറിയറ്റ് മന്ദിരം പണിയെടുപ്പിച്ചു. പുനലൂർ തൂക്കുപാലം നിർമ്മിച്ചു. പിന്നെ ജനറൽ ഹോസ്പിറ്റലിന്റെ കാര്യം പറഞ്ഞു. 1865 പണ്ടാരപ്പാട്ട വിളംബരം എന്ന് പറഞ്ഞു. വിക്ടോറിയ രാജ്ഞിയിൽ നിന്നും മഹാരാജ പട്ടം കിട്ടിയത് അല്ലെ. 1867 ജന്മി കുടിയാൻ സമ്പ്രദായം ജന്മി കുടിയാൻ വിളംബരം. ഓക്കെ, അടുത്ത് തിരുവിതാംകൂറിലെ ആദ്യത്തെ ക്രമീകൃത സെൻസസ് നടത്തി. സെൻസസ് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? സ്വാതി തിരുനാളിന്റെ കാലത്താണ്. ഓക്കെ, പിന്നെന്താ പറഞ്ഞ ഒരു വകുപ്പ്? പൊതുമരാമത്ത് വകുപ്പ്. അത് കഴിഞ്ഞ് സർക്കാർ ജീവനക്കാർക്ക് വാക്സിനേഷൻ ഏർപ്പെടുത്തി. ഇനി ഇദ്ദേഹത്തെ കുറിച്ച് നമ്മൾ പറയാം കേട്ടോ. നേരത്തെ പറഞ്ഞ പുനലൂർ തൂക്കുപാലം ഇല്ലേ, അതിൻ്റെ കൂടെ കണക്ട് ചെയ്ത് പഠിച്ചോളാം. ആലപ്പുഴ വിളക്കുമാടം, ആലപ്പുഴ ലൈറ്റ് ഹൗസ് ആരുടെ കാലത്താണ്? ആയില്യം തിരുനാളിന്റെ കാലത്താണ്. പിന്നെ ലോ കോളേജ് ഇല്ലേ, 3 കോളേജ് ഏതൊക്കെയാന്ന് വെച്ചാൽ ലോ കോളേജ്, ഗവൺമെന്റ് ആർട്സ് കോളേജ്, സയൻസ് കോളേജ്. ഏതൊക്കെയാണ്? ലോ കോളേജ്, ഗവൺമെന്റ് ആർട്സ് കോളേജ്, സയൻസ് കോളേജ്. ഒന്നുകൂടെ പറ. ലോ കോളേജ്, ഗവൺമെന്റ് ആർട്സ് കോളേജ്, സയൻസ് കോളേജ്. ഒന്നുകൂടെ പറ. ലോ കോളേജ്, ഗവൺമെന്റ് ആർട്സ് കോളേജ്, സയൻസ് കോളേജ്. അപ്പൊ ആദ്യം മുതൽ പറ. പുനലൂർ തൂക്കുപാലം, ആലപ്പുഴ വിളക്കുമാടം, ലോ കോളേജ്, ഗവൺമെന്റ് ആർട്സ് കോളേജ്, സയൻസ് കോളേജ്. ഇനിയും പറയട്ടാ. തിരുവനന്തപുരത്തെ മാനസിക ആരോഗ്യ ആശുപത്രി എന്താണ്? തിരുവനന്തപുരത്തെ മാനസിക ആരോഗ്യ ആശുപത്രി. വേറൊരു ഹോസ്പിറ്റൽ നേരത്തെ പറഞ്ഞല്ലോ, ജനറൽ ഹോസ്പിറ്റൽ അല്ലേ. ഇനി പഠിച്ചോ. പുത്തൻ കച്ചേരിയും സെക്രട്ടേറിയറ്റ് മന്ദിരം. സെക്രട്ടേറിയറ്റ് മന്ദിരം നമ്മളെ ക്വസ്റ്റ്യനിൽ പറഞ്ഞു അല്ലേ. പിന്നെ ആഡ് ചെയ്ത് പഠിക്കേണ്ടേ പുത്തൻ കച്ചേരി. അപ്പം തിരുവനന്തപുരത്തെ മാനസിക ആശുപത്രി, ജനറൽ ഹോസ്പിറ്റൽ, പുത്തൻ കച്ചേരിയും സെക്രട്ടേറിയറ്റ് മന്ദിരവും പണിയെടുപ്പിച്ചതും ആയില്യം തിരുനാൾ. ഈ ആയില്യം സെക്രട്ടേറിയറ്റ് മന്ദിരം പണിയെടുപ്പിച്ച സമയത്തെ ദിവാൻ ടി മാധവറാവു. ആരാണ്? ടി മാധവറാവു. സെക്രട്ടേറിയറ്റ് മന്ദിരം പണിയെടുപ്പിച്ചപ്പോഴുള്ള ദിവാൻ ടി മാധവറാവു. അതിന്റെ ശില്പി ആരായിരുന്നു? സെക്രട്ടേറിയറ്റ് മന്ദിരത്തിന്റെ വില്യം ബാർട്ടൺ ആണ്. സെക്രട്ടേറിയറ്റ് മന്ദിരത്തിന്റെ ശില്പിയാണ് വില്യം ബാർട്ടൺ. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ തിരുവിതാംകൂറിൽ ആദ്യമായി സെൻസസ് നടത്തിയത് ആരാ? സ്വാതി തിരുനാൾ. സെൻസസ് നടത്തിയത് സ്വാതി തിരുനാൾ. ഈ സ്വാതി തിരുനാളിന്റെ കാലഘട്ടമാണ് തിരുവിതാംകൂറിലെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത്.
ഓക്കെ, തിരുവിതാംകൂറിലെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് സ്വാതി തിരുനാളിന്റെ കാലഘട്ടത്തിൽ അല്ലെ. രാജാക്കന്മാരിൽ സംഗീതജ്ഞരിൽ രാജാവും എന്ന വിശേഷണം ഉള്ളത് ആർക്കായിരുന്നു? സ്വാതി തിരുനാൾ അല്ലെ. ശുചീന്ദ്രൻ കൈമുക്ക് നിർത്തലാക്കിയത് സ്വാതി തിരുനാളാണ്. ഈ ശുചീന്ദ്രൻ കൈമുക്ക് ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ്. അതൊരു അനാചാരമായിരുന്ന ശുചീന്ദ്രൻ, അതായത് ഒരു ശിക്ഷയായിരുന്നു അല്ലേ. എന്തെങ്കിലും ചെയ്താൽ, കള്ളത്തനം ചെയ്താൽ കൈ കൊണ്ടുവന്ന് തിളച്ച എണ്ണയിൽ മുക്കും. പൊള്ളിയാൽ കുറ്റം ചെയ്തു, പൊള്ളിയില്ലെങ്കിൽ എന്ത് ചെയ്തു? കുറ്റം ചെയ്തില്ല. എന്തായാലും കുറ്റം ചെയ്തു അല്ലേ. അന്നത്തെ ഒരു നിന്ന അനാചാരമായിരുന്നു അല്ലേ. അതുപോലെ വേറൊന്നാണ് മണ്ണാപ്പേടി പുലപ്പേടി. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. മണ്ണാപ്പേടി പുലപ്പേടി, അന്ന് മണ്ണാന്മാരും പുലയന്മാരും ഓക്കെ, ഈ നായർ സമുദായത്തിലെ സ്ത്രീകള് ഒരു മാസം, ഏതോ ഒരു മാസം, കർക്കിടക മാസം എന്നാണ് വേണം, കർക്കിടക മാസത്തിൽ പുറത്തിറങ്ങുകയാണെങ്കിൽ ഈ മണ്ണാമാരും പുലയന്മാരും എന്ത് ചെയ്യും? പോയി ടച്ച് ചെയ്യാം, അല്ലെങ്കിൽ കല്ലോ കമ്പോ എടുത്ത് എന്ത് ചെയ്യാം? ആ സ്ത്രീയെ എറിയാം. അങ്ങനെ കൊണ്ടാൽ എന്താണ്? അവർക്ക് എന്ത് ചെയ്യും? സ്വന്തം. പിന്നെ എന്ത് ചെയ്യാം? അവരെ കൂടെ ഈ നായർ സ്ത്രീ എന്ത് ചെയ്യണം? പോണം. ഈ മന്നാമാരുടെയും പുലയുടെയും കൂടെ ആ നായർ സ്ത്രീ പോകണം. അതാണ് എന്ത്? മണ്ണാപ്പേടി പുലപ്പേടി. ഇനി ആ സ്ത്രീ ഗർഭിണിയാണെങ്കിലാ പ്രസവം കഴിഞ്ഞ് എന്ത് ചെയ്യണം? പോണം. കുട്ടി ആണാണെങ്കിൽ പോണ്ട. പ്രസവിക്കുന്ന കുട്ടി പെണ്ണാണെങ്കിൽ ആരോടെ പോകണം? ഈ മണ്ണാൻ്റെ കൂടെയോ പുലയൻ്റെ കൂടെ എന്ത് ചെയ്യണം? പോകണം. അതാണ് എന്ത്? മണ്ണാപ്പേടി പുലപ്പേടി. നല്ല രസകരമായ ആചാരങ്ങൾ അല്ലേ. ഓക്കെ, അപ്പോൾ ശുചീന്ദ്രൻ കൈമുക്ക് നിർത്തലാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് സ്വാതി തിരുനാൾ. ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ തിരുവിതാംകൂർ രാജാവ് സ്വാതി തിരുനാളാണ്. ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ. ഇന്ത്യ എന്ന ഭൂപ്രദേശത്ത് ആദ്യമായി തപാൽ സംവിധാനം കൊണ്ടുവന്ന രാജാവ് പഴയതാണ് കേട്ടോ, ഖിൽജി വംശത്തിലെ അലാവുദ്ദീൻ ഖിൽജി. ആരാണ്? അലാവുദ്ദീൻ ഖിൽജി. ഇന്ത്യയിൽ ആദ്യമായി തപാൽ സംവിധാനം കൊണ്ടുവന്ന എവിടെയാണ്? അലാവുദ്ദീൻ ഖിൽജി ആണ്. ഓക്കെ, തപാൽ സംവിധാനം നിലവിൽ വന്ന ആദ്യത്തെ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ഈജിപ്റ്റ്. ഏതാണ്? ഈജിപ്റ്റ്. തപാൽ സംവിധാനം നിലവിൽ വന്ന ആദ്യ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ഈജിപ്റ്റ്. ഇന്ത്യയിൽ ആദ്യത്തെ ജനറൽ പോസ്റ്റ് ഓഫീസ് എവിടെ സ്ഥാപിതമായി? ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന എവിടെയായിരിക്കും? കൊൽക്കത്തയിലായിരിക്കും. ഇന്ത്യയിലെ ആദ്യത്തെ ജനറൽ പോസ്റ്റ് ഓഫീസ് എവിടെ സ്ഥാപിതമായി? കൊൽക്കത്തയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ തപാൽ സ്റ്റാമ്പ് അറിയപ്പെടുന്നത് സിന്ധ് ഡാക്ക് എന്ന് കേട്ടിട്ടുണ്ടോ? സിന്ധ് ഡാക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ തപാൽ സ്റ്റാമ്പാണ് സിന്ധ് ഡാക്ക്. ലോകത്തിലെ ആദ്യത്തെ തപാൽ സ്റ്റാമ്പ് പെന്നി ബ്ലാക്ക്. എന്ത് ബ്ലാക്ക്? പെന്നി ബ്ലാക്ക്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ തപാൽ സ്റ്റാമ്പാണ് സിന്ധ് ഡാക്ക്. ലോകത്തിലെ ആദ്യത്തെ തപാൽ സ്റ്റാമ്പാണ് പെന്നി ബ്ലാക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പോസ്റ്റ് ഓഫീസ് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഇന്ത്യയുടെ ക്യാപിറ്റലിലാണ്, ന്യൂഡൽഹിയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പോസ്റ്റ് ഓഫീസ് ന്യൂഡൽഹി. കേരളത്തിലെ ആദ്യത്തെ വനിതാ പോസ്റ്റ് ഓഫീസ് കേരളത്തിന്റെ ക്യാപിറ്റലിലാണ്. എവിടെയാണ്? തിരുവനന്തപുരമാണ്. ഓക്കെയാണ്. ഇന്ത്യയുടെ പിൻകോഡ് സംവിധാനം നിലവിൽ വന്ന വർഷം ഇമ്പോർട്ടൻ്റ് ആണ്, പഠി. 1972 സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം ഓഗസ്റ്റ് 15. ഇപ്പൊ ഇന്ത്യയുടെ പിൻകോഡ് സംവിധാനം നിലവിൽ വന്ന വർഷം 1972 ഓഗസ്റ്റ് 15. ഓക്കെ, ഇന്ത്യയിൽ എത്ര പോസ്റ്റൽ സോണുകൾ ഉണ്ട്? 9. തിരിഞ്ഞു പോലെ. ഇന്ത്യയിൽ റെയിൽവേ സോണായിട്ട് തിരിഞ്ഞു പോലെ. ഇന്ത്യയിൽ അതുകൊണ്ട് ഇത് മാത്രമേ ഞാൻ പറയണു. ഇന്ത്യയിലാകെ പോസ്റ്റൽ സോണുകളുടെ എണ്ണം 9. ഓക്കെ, ഇനി ഇന്ത്യക്ക് പുറത്ത് സ്ഥാപിതമായ ഇന്ത്യയുടെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് എവിടെ സ്ഥിതി ചെയ്യുന്നു? ദക്ഷിണ ഗംഗോത്രി. ഇന്ത്യക്ക് പുറത്ത് സ്ഥാപിതമായ ഇന്ത്യയുടെ പോസ്റ്റ് ഓഫീസ് ആദ്യം എവിടെ സ്ഥിതി ചെയ്യുന്നു? ദക്ഷിണ ഗംഗോത്രി. ഒരു ചോദ്യം ചോദിക്കട്ടെ, പറയാൻ പറ്റും നോക്കൂ. എല്ലാ ഗ്രാമപ്രദേശങ്ങളിലും പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായ ആദ്യ സംസ്ഥാനം ഗോവ. അറിയാലേ? എല്ലാ ഗ്രാമപ്രദേശങ്ങളിലും പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായ ആദ്യത്തെ സംസ്ഥാനമാണ് അത് ഗോവ. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ പോസ്റ്റ് ഓഫീസ് എവിടെ സ്ഥാപിതമായി? തമിഴ്നാട്. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ പോസ്റ്റ് ഓഫീസ് എവിടെ സ്ഥാപിതമായി? തമിഴ്നാട്. ഓക്കെ, ഇനി സ്വതന്ത്ര ഇന്ത്യയുടെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരായിരിക്കും? ഗാന്ധിജി. സ്വതന്ത്ര ഇന്ത്യയുടെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരായിരിക്കും? ഗാന്ധിജി. ഇനി ആദ്യമായി തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട വ്യക്തി അറിയോ? വിക്ടോറിയ രാജ്ഞിയാണ്. ആരാണ്? വിക്ടോറിയ രാജ്ഞി. ലോകത്തിൽ ആദ്യമായി സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ വ്യക്തിയാണ് വിക്ടോറിയ രാജ്ഞി. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ വനിത
മീരാബായി. ആരാണ്? മീരാബായി. സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ വനിത ചോദിച്ചാൽ മീരാബായി. ആദ്യത്തെ മലയാളി വനിത അറിയാലോ, അൽഫോൺസ. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളി വനിത അൽഫോൺസ. ഇനി വിദേശ രാജ്യത്തിന്റെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ വനിത, അതും അറിയാം, അറിഞ്ഞൂടാ? വിദേശ രാജ്യത്തിന്റെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഇന്ത്യൻ വനിത മദർ തെരേസ ആയിരിക്കും അല്ലേ? ആരാണ്? മദർ തെരേസ. ചോദ്യം എങ്ങനെയാണ്? വിദേശ രാജ്യത്തിന്റെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് ഏത്? മദർ തെരേസ. ഇന്ത്യയുടെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ ചിത്രം അല്ല, പുരാനാക്കിലയാണ്. ഇന്ത്യയുടെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ ചിത്രം ഏതാണ്? പുരാനാക്കില. ഇന്ത്യയുടെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാള കവി കുമാരനാശാൻ. ആദ്യത്തെ മലയാളി ചോദിച്ച ശ്രീനാരായണ ഗുരു. 2 പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ട മലയാളി വി കെ കൃഷ്ണമേനോൻ. ആരാണ്? വി കെ കൃഷ്ണമേനോൻ. 2 പ്രാവശ്യം തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട മലയാളിയാണ് വി കെ കൃഷ്ണമേനോൻ. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരള മുഖ്യമന്ത്രി EMS. അതറിയാം, EMS അല്ലെ? ഇന്ത്യയിൽ തപാൽ സ്റ്റാമ്പ് അച്ചടിക്കുന്ന എവിടെയാ? അതാണ് നേരത്തെ പറഞ്ഞത്, നാസിക്. ഇന്ത്യയിലെ തപാൽ സ്റ്റാമ്പ് അച്ചടിക്കുന്ന എവിടെയാണ്? നാസിക്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഓഫീസുകളുള്ള ജില്ല ഏതെന്നറിയോ? തൃശ്ശൂരാണ്. ഏതാണ്? തൃശ്ശൂർ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഓഫീസുകളുള്ള ജില്ലയാണ് തൃശ്ശൂർ. ഇന്ത്യ സ്റ്റാമ്പിൽ ഇടം നേടിയ അമേരിക്കൻ പ്രസിഡന്റ് ആര്? എബ്രഹാം ലിങ്കൺ. ഇന്ത്യ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആണ് എബ്രഹാം ലിങ്കൺ. ഓക്കെ. ഇനി ഗാന്ധിജിയുടെ ചിത്രം തപാൽ സ്റ്റാമ്പിൽ അച്ചടിച്ച വിദേശ രാജ്യം അറിയാം? ഗാന്ധിജിയുടെ ചിത്രം വേറൊരു രാജ്യത്തിന്റെ സ്റ്റാമ്പിൽ അച്ചടിക്കുമ്പോൾ ഗാന്ധിജി എന്തായാലും വിദേശീയനായിരിക്കൂലേ? അങ്ങനെയാണ് അർത്ഥമാക്കേണ്ടത് കേട്ടോ. ആരാ? ബ്രിട്ടനല്ല, അമേരിക്കയാണ്. ഓക്കെ. ഗാന്ധിജിയുടെ ചിത്രം തപാൽ സ്റ്റാമ്പിൽ അച്ചടിച്ച ആദ്യത്തെ വിദേശ രാജ്യമാണ് ഏത്? അമേരിക്ക. അപ്പൊ കേരളത്തിലെ ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഓഫീസുകളുള്ള എവിടെയാണ്? തൃശ്ശൂരാണ്. ഇന്ത്യയിലാകെ പോസ്റ്റൽ സോണുകളുടെ എണ്ണം 9. തപാൽ സ്റ്റാമ്പിൽ ഇന്ത്യയുടെ ആദ്യത്തെ തപാൽ സ്റ്റാമ്പ് സിന്ധ് ഡാക്ക്. ലോകത്തിലാണെങ്കിലോ പെന്നി ബ്ലാക്ക്. തപാൽ സംവിധാനം ആദ്യമായി തുടക്കം കുറിച്ച ഇന്ത്യൻ ഭരണാധികാരി ഖിൽജി, അലാവുദ്ദീൻ ഖിൽജി. ഓക്കെ. സ്വതന്ത്ര ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? ഗാന്ധിജി. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ വനിതയെ ചോദിച്ചാൽ മീരാബായി. ആരാണ്? മീരാബായി. ആദ്യ മലയാളി വനിത അൽഫോൺസ. ആദ്യത്തെ മലയാളി ശ്രീനാരായണ. മലയാള കവി ഇന്ത്യ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ കവിയെ ചോദിച്ചാൽ പറ. ആദ്യ കവി, മലയാള കവിയല്ല, ആദ്യത്തെ കവി. ഇന്ത്യ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ കവി ഏത് കവിയായിരിക്കും? ടാഗോറാണ്. ആരാണ്? ടാഗോർ. ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പ് പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ കവി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ടാഗോർ. നമ്മൾ ഇത് എവിടെ നിന്നാണ് അങ്ങോട്ട് പോയത്? ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പ് പ്രത്യക്ഷപ്പെട്ട തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു? സ്വാതി തിരുനാൾ. ആരാണ്? സ്വാതി തിരുനാൾ. നോക്കിയോ, സ്വാതി തിരുനാളിൻ്റെ കാലത്താണ് രാജാ ഫ്രീ സ്കൂൾ, രാജാവിൻ്റെ പേരുള്ള കേട്ടോ, രാജാ ഫ്രീ സ്കൂൾ, തിരുവനന്തപുരത്ത് ഇംഗ്ലീഷ് സ്കൂൾ. തിരുവനന്തപുരത്ത് ഇംഗ്ലീഷ് സ്കൂൾ ഏതൊക്കെയാണ് പറഞ്ഞാൽ? രാജാ ഫ്രീ സ്കൂൾ, തിരുവനന്തപുരത്ത് ഇംഗ്ലീഷ് സ്കൂൾ. ഇനി സർക്കാരിൻ്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് ആദ്യമായി ഇംഗ്ലീഷ് വിദ്യാഭ്യാസം തുടക്കം കുറിച്ചതും സ്വാതി തിരുനാളിൻ്റെ കാലത്താണ്. മിണ്ടാതിരിക്കല്ലേ, പറയണേ, ഒന്നുകൂടെ പറയണേ. സർക്കാരിൻ്റെ കാലത്ത് സർക്കാരിൻ്റെ ആഭിമുഖ്യത്തിൽ തിരുവിതാംകൂറിൽ ആദ്യമായി ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കിയ ആദ്യ കാലത്ത് എന്ന് വെച്ചാൽ സ്വാതി തിരുനാൾ. 2 സ്കൂളുകൾ പറഞ്ഞല്ലോ, ഏതൊക്കെയാ? രാജാ ഫ്രീ സ്കൂളും തിരുവനന്തപുരത്തെ ഇംഗ്ലീഷ് സ്കൂളും അല്ലേ? നോക്കിയോ, വാന നിരീക്ഷണ കേന്ദ്രം, നമ്മളെ തിരുവനന്തപുരത്ത് കാണുന്ന വാന നിരീക്ഷണ കേന്ദ്രം ഹജൂർ കച്ചേരി കൊല്ലത്ത് നിന്ന് എങ്ങോട്ട് മാറ്റി? തിരുവനന്തപുരത്തേക്ക്. ഹജൂർ കച്ചേരി എന്ന് വെച്ചാൽ ഭരണ തലസ്ഥാനം തിരുവിതാംകൂറിന്റെ കേട്ടോ, അത് കൊല്ലത്തിൽ നിന്ന് എങ്ങോട്ട് മാറ്റി? തിരുവിതാംകൂർ. അതായത് ഭരണാധികാരി സ്വാതി തിരുനാൾ. വാന നിരീക്ഷണം ആരംഭിച്ചതും ആരാണ്? സ്വാതി തിരുനാൾ. കുതിരമാളിക അറിയാലോ തിരുവനന്തപുരത്ത്? കുതിരമാളിക അല്ലേ? പബ്ലിക് ലൈബ്രറി അറിയാലോ തിരുവനന്തപുരം? മൃഗശാല, ഇതൊക്കെ അടുത്തടുത്തിരിക്കുന്നതാണ് അല്ലേ? മൃഗശാല. നക്ഷത്ര ബംഗ്ലാവ്, ഇതും അടുത്തടുത്തിരിക്കുന്നതാണ്. ഗവൺമെന്റ് പ്രസ്, ഇതെല്ലാം 2 ഉണ്ട് കേട്ടോ. ഗവൺമെന്റ് പ്രസ്, ഒന്ന് സെക്രട്ടേറിയറ്റിന്റെ അവിടെ ഉണ്ട്, ഒന്ന് നമ്മുടെ മാറിവ്യാനസിന്റെ 4-ാം ചിറ അല്ലേ, ആ സൈഡിലാണ് ഒന്നുണ്ട്. ഓക്കെ. അപ്പോൾ 2 പ്രസ്സുകളാണ് പ്രധാനമായി ഗവൺമെന്റ് പ്ലസ് ഉള്ളത്. ഓക്കെ. അതിൽ തിരുവനന്തപുരത്ത് ആരംഭിച്ചതാണ് സ്വാതി തിരുനാൾ. ഓക്കെ. അപ്പോൾ കുതിരമാളിക, പബ്ലിക് ലൈബ്രറി, മൃഗശാല, നക്ഷത്ര ബംഗ്ലാവ്, ഗവൺമെന്റ് പ്രസ്. ഒന്നുകൂടെ പറ.
കുതിരമാളിക, പബ്ലിക് ലൈബ്രറി, മൃഗശാല, നക്ഷത്ര ബംഗ്ലാവ്, ഗവൺമെന്റ് പ്രസ്. ഒന്നുകൂടെ പറ. കുതിരമാളിക, പബ്ലിക് ലൈബ്രറി, മൃഗശാല, നക്ഷത്ര ബംഗ്ലാവ്, ഗവൺമെന്റ് പ്രസ്. ഇതൊക്കെ ആരംഭിച്ചത് ആരുടെ കാലത്താണ്? സ്വാതന്ത്ര്യം. പിന്നെ വാന നിരീക്ഷണ കേന്ദ്രം പറഞ്ഞില്ലേ, ഹജൂർ കച്ചേരി എവിടെ നിന്ന് എവിടേക്ക് മാറ്റി? കൊല്ലത്ത് നിന്നും തിരുവനന്തപുരത്ത്. രാജ ഫ്രീ സ്കൂൾ സ്ഥാപിച്ചു. തിരുവനന്തപുരത്ത് ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ചു. സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ചതും സ്വാതി തിരുനാളിന്റെ കാലത്താണ്. ഇനി അടുത്ത ചോദ്യം പറയട്ടാ. തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ടാണ് ആലപ്പുഴയിൽ ആദ്യ പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ചു. അത് നമുക്കറിയാം അല്ലേ? ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ച എവിടെയാണ്? ആലപ്പുഴ. ഏത് രാജാവിൻ്റെ കാലത്ത്? ഉത്രം. ഏതാണ്? ഉത്രം തിരുനാളിൻ്റെ കാലത്താണ്. ആലപ്പുഴയിൽ ആദ്യ പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ചത് ആരുടെ കാലത്താണ്? ഉത്രം തിരുനാളിൻ്റെ കാലത്ത് അല്ലെ? കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി ഡാറാസ് മിൽ സ്ഥാപിച്ചത് ജെയിംസ് ഡാറാസ്. ആരാണ്? ജെയിംസ് ഡാറാസ് ആണ് സ്ഥാപിച്ചത്. ഓക്കെ, ആരാണ് സ്ഥാപിച്ചത്? ജെയിംസ് ഡാറാസ് ആണ് സ്ഥാപിച്ചത്. ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിച്ചത് ജെയിംസ്. ആദ്യ കാലത്ത് എന്ന് വെച്ചാൽ ഉത്തരേന്ത്യ. അപ്പൊ രണ്ടും ആലപ്പുഴയിലല്ലേ? പോസ്റ്റ് ഓഫീസും കയർ ഫാക്ടറി എവിടെയാണ്? ആലപ്പുഴയാണ്. രണ്ടും ആരുടെ കാലത്താണ്? അപ്പോൾ ഉത്രം തിരുനാളാണ്. ഓക്കെ ഓക്കെ. അടിമകളുടെ മക്കൾക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ടുള്ള ഉഴിയം വേല നിർത്തലാക്കി. ഈ ഉഴിയം പണ്ട് കാലത്തെ ഉണ്ടായിരുന്നു കേട്ടോ. ഉഴിയം അതായത് അടിമകൾ ഉണ്ടായിരിക്കും, അവരുടെ മക്കളും എന്തായിരിക്കും? അടിമകളായിരിക്കും. ഇങ്ങനെ അടിമകളുടെ മക്കൾക്ക് എന്ത് ചെയ്തു? സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുത്തു. ആ അടിമകളുടെ മക്കള് വീണ്ടും അടിമപ്പണി ചെയ്യുന്നതിനെ പറയുന്നത് ഉഴിയം വേലയാണ്, നിർബന്ധിത വേലയാണ് കേട്ടോ. അതും നിർത്തലാക്കി. ഈ ഉഴിയം വേലയുമായി ബന്ധപ്പെട്ട ഒരു നവോത്ഥാന നായിക നമ്മൾ പഠിക്കുമല്ലോ, വൈകുണ്ഠസ്വാമികളുടെ കാലത്ത് ഉഴിയം വേല നിലനിന്നിരുന്നു, നിർബന്ധിത വേലയായ ഉഴിയം നിലനിന്നിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? പഠിക്കുന്നുണ്ട് അല്ലേ? ഇനി അടുത്ത ചോദ്യം കേട്ടോ. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുത്തു. ആരാണ്? ഉത്തരം തിരുനാൾ. എന്നാണ് അനുവദിച്ചു കൊടുത്തതെന്ന് പറയാം. ചാന്നാർ ലഹള അറിയാം, 1859 ജൂലൈയിലാണെന്ന് അറിയാം. ഡേറ്റ് ജൂലൈ 26-നാണ് ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം എന്ത് ചെയ്തത്? അനുവദിച്ചു കൊടുത്തത്. ഓക്കെ. ഇനി ചാന്നാർ സ്ത്രീകൾക്ക് സ്ത്രീകളുടെ അവകാശം അനുവദിച്ചു കൊടുത്തു ഉത്തരം തിരുനാൾ അല്ലേ? അതുമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് പഠിച്ചു വെച്ചു. 1859 തിരുവനന്തപുരത്ത് പെൺകുട്ടികൾക്ക് വേണ്ടി സ്കൂൾ ആരംഭിച്ചതും ആരാണ്? ഉത്തരം തിരുനാൾ. 1859 തിരുവനന്തപുരത്ത് പെൺകുട്ടികൾക്ക് വേണ്ടി സ്കൂൾ അനുവദിച്ചതും ആരാണ്? ഉത്തരം തിരുനാൾ. ഓക്കേണാ? അപ്പം ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ അവകാശം കൊടുത്തു. അതിനോടൊപ്പം പെൺകുട്ടികൾക്ക് സ്കൂൾ ആരംഭിച്ചതും ആരാണ്? ഉത്തരം തിരുനാൾ. ഇനി സിമ്പിളാണ്, നമ്മൾ സ്ഥിരം കേൾക്കണേണ്. മരിച്ചീനി കൃഷിയെ പ്രോത്സാഹിപ്പിച്ച തിരുവിതാംകൂർ ഭരണാധികാരി അറിഞ്ഞൂടാ? കേട്ടിട്ടില്ല? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. വിശാഖം തിരുനാളാണ്. ശ്രീ വിശാഖം തിരുനാൾ. എന്നാ പറ, തിരുവിതാംകൂറിലെ ആദ്യത്തെ ഹൈക്കോടതി സ്ഥാപിതമായത് ആരുടെ കാലത്ത് തന്നെയാണ്? വിശാഖം തിരുനാൾ കാലം അല്ലേ? ഇനി അടുത്ത് നിങ്ങൾക്കറിയാം, മുല്ലപ്പെരിയാർ പാട്ടക്കരാർ എഴുതി തയ്യാറാക്കുന്ന സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരി വിശാഖം തിരുനാൾ. വിശാഖം തിരുനാൾ ഇതിനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. മുല്ലപ്പെരിയാർ പാട്ടക്കരാർ എൻ്റെ ഹൃദയം കൊണ്ടാണ് എഴുതുന്നത്, എൻ്റെ ഹൃദയം കൊണ്ടാണ് എഴുതുന്നത് എന്ന് വിശാഖം തിരുനാൾ സൂചിപ്പിച്ച ഏതിനെയാണ്? മുല്ലപ്പെരിയാർ പാട്ടക്കര. അപ്പൊ ശ്രീ വിശാഖം തിരുനാളിനെ കുറിച്ച് 3 പോയിന്റ് പറഞ്ഞു. മരിച്ചീനി കൃഷി ഹൈക്കോടതി സ്ഥാപിച്ചു, മുല്ലപ്പെരിയാർ പാട്ടക്കര എഴുതി തയ്യാറാക്കുന്ന സമയത്തെ. എന്നാൽ മുല്ലപ്പെരിയാർ പാട്ടക്കരാർ ഒപ്പുവെച്ച ആരെന്ന് ചോദിച്ചാൽ മൂലം തിരുനാൾ. മുല്ലപ്പെരിയാർ പാട്ടക്കരാർ ഒപ്പുവെച്ച മലയാള സമയത്തെ തിരുവിതാംകൂർ രാജാവായിരുന്നു വെച്ചാൽ ശ്രീ മൂലം തിരുനാൾ. പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയതായിരുന്നു വെച്ചാൽ തിരിഞ്ഞു പോലും മൂലം തിരുനാളാണ്. പ്രാഥമിക വിദ്യാഭ്യാസം ഇത് ഫ്രീ, സൗജന്യമാക്കിയത് മൂലം തിരുനാൾ. എന്നാൽ നിർബന്ധമാക്കിയതാണ് ഗൗരി പാർവതി ഫായ്. ഇത് കൺഫ്യൂഷൻ അടിക്കും. പ്രാഥമിക വിദ്യാഭ്യാസം ആദ്യം എന്ത് ചെയ്യണം? നിർബന്ധമാക്കി അല്ലേ? അതാരാണ്? ഗൗരി പാർവതി ഫായ്. പിന്നീട് എന്ത് ചെയ്തു? ആ നിർബന്ധമാക്കിയതിനെ സൗജന്യമാക്കി കൊടുത്തു. അതാണ് ആര്? ശ്രീ മൂലം തിരുനാൾ. അടുത്ത ചോദ്യം. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലും ശ്രീമൂലം പ്രജാസഭയും ആരംഭിക്കുമ്പോഴും ആര് തന്നെയാണ്? ശ്രീമൂലം തിരുനാൾ. 89-89 ശ്രീമൂലം പ്രജാസഭയൊക്കെ വന്നത്. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലും ശ്രീമൂലം പ്രജാസഭയൊക്കെ ആരംഭിക്കുമ്പോൾ ആരാണ്? ശ്രീമൂലം തിരുനാൾ. ഇനി നോക്കിയോ, പുരാവസ്തു ഗവേഷണ വകുപ്പ്, ദുർഗുണ പരിഹാര പാഠശാല, തിരുവനന്തപുരത്തെ വനിതാ കോളേജ്,
VJT ഹാള്. ഇതൊക്കെ ആരംഭിച്ചത് ആരാണ്? ശ്രീമൂലം തിരുനാൾ. എന്തൊക്കെയാ പറഞ്ഞത്? VJT ഹാള് പറഞ്ഞു, വനിതാ കോളേജ് പറഞ്ഞു, ദുർഗുണ പരിഹാര പാഠശാല, പുരാവസ്തു ഗവേഷണ വകുപ്പ്. ഒന്നുകൂടെ പറ, ഇവിടെ നിന്ന് നേരെ തിരിച്ചു പോവാം. പുരാവസ്തു ഗവേഷണ വകുപ്പ്, ദുർഗുണ പരിഹാര പാഠശാല, തിരുവിതാംകൂറിലെ വനിതാ കോളേജ്, VJT ഹാള് എന്നിവ സ്ഥാപിച്ചത് ആരാണ്? ശ്രീമൂലം തിരുനാൾ. കൃഷിക്കും ഇമ്പോർട്ടന്റ്, കൃഷിക്കും ജലസേചനത്തിനും വേണ്ടി പ്രത്യേകം വകുപ്പ് ആരംഭിച്ചത് ശ്രീമൂലം തിരുനാൾ. എന്താണ്? കൃഷിക്കും ജലസേചനത്തിനും വേണ്ടി പ്രത്യേകം വകുപ്പ് ആരംഭിച്ചത് ആരാണ്? ശ്രീമൂലം തിരുനാൾ. എന്നാൽ നേരത്തെ പറഞ്ഞല്ലോ പൊതുമരാമത്ത് വകുപ്പ് ആരംഭിച്ചത് ആയില്യം. പൊതുമരാമത്ത് വകുപ്പ് ആരംഭിച്ചത് ആയില്യം തിരുനാൾ. എന്നാൽ കൃഷിക്കും ജലസേചനത്തിനും വേണ്ടി പ്രത്യേകം വകുപ്പ് ആരംഭിച്ചത് ശ്രീമൂലം തിരുനാൾ. പുരാവസ്തു ഗവേഷണ വകുപ്പ് ആരംഭിച്ചത് തൊട്ടു മുമ്പ് പറഞ്ഞ ആരാണ്? ശ്രീമൂലം തിരുനാൾ. ഓക്കെ, ഇനി ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് കൂടെ പറയാം തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ട് കേട്ടോ. തിരുവിതാംകൂറിലെ ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയത് ഒരു വനിതയാണ്. ദേവദാസി എന്നാണ് ഒരു വനിത, റാണി സേതു ലക്ഷ്മി ഫായ്. ആരാണ്? സേതു ലക്ഷ്മി ഫായ്. സേതു ആയിരുന്നു ആര്? ദേവദാസി എന്ന് ആലോചിച്ച് വെച്ചിരുന്നത് കേട്ടോ. തിരുവിതാംകൂറിൽ ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയതായിരുന്നു വെച്ചാൽ റാണി സേതു ലക്ഷ്മി ഫായ്. ഓക്കെ, അടുത്ത് തിരുവിതാംകൂറിൽ ആദ്യമായി കടൽ യാത്ര നടത്തിയ ഭരണാധികാരി ചിത്തിരുന്ന. അതുവരെ ഉള്ളവരാരും എന്ത് ചെയ്തില്ല, കടയാത്ര നടത്തിയിട്ടില്ല അല്ലേ. അതൊരു അനിശ്ചിതത്വമായിട്ട് അവരെന്ത് ചെയ്തു? അനിശ്ചിതത്വമല്ല, അതൊരു മോശം പ്രവൃത്തി അല്ലേ. രാജ്യം വിട്ടു പോകുന്നത് ഒരു മോശം പ്രവൃത്തിയായിട്ട് അവരെന്ത് ചെയ്തു? കണ്ടിരുന്നു അല്ലേ. അപ്പൊ കടൽയാത്ര നടത്തിയത് ശ്രീ ചിത്തിരഥ. എങ്ങനെ പറ? വധശിക്ഷ നിർത്തലാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരി ചിത്തിരഥനാണ്. വധശിക്ഷ നിർത്തലാക്കിയതും ചിത്തിരനാണ്. ഒന്ന് അടുത്ത ചോദിക്കട്ടെ, പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്ന അടിമക്കച്ചവടം നിരോധിച്ച ഭരണാധികാരി ഗൗരി ലക്ഷ്മി ഫായ്. ആരാണ്? ലക്ഷ്മി ഫായ്. അടിമക്കച്ചവടം നിർത്തലാക്കിയത് ഗൗരി ലക്ഷ്മി ഫായ്. എന്നൊന്നും ചോദിക്കും. 1812 ഡിസംബർ 5 സ്റ്റേറ്റ്മെന്റിൽ വരും കേട്ടോ. അടിമക്കച്ചവടം നിരോധിച്ചത് റാണി ഗൗരി ലക്ഷ്മി ഫായ് 1812 ഡിസംബർ 5 പറഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഓക്കെ, അടുത്ത തിരുവിതാംകൂറിൽ ഒരു ദുർബലനായ ഭരണാധികാരിയെ കുറിച്ചാണ് പറയണം. സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച തിരുവിതാംകൂർ രാജാവ് അവിട്ടം. ദുർബലൻ എന്ന് പറയുമ്പോൾ ഓർത്തോണം കേട്ടോ. സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ആര്? അവിട്ടം തിരുനാൾ. ഓക്കെയാണോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണോ? റിവിഷൻ വേണോ? വേണ്ട, ഒന്നുകൂടെ കേട്ട് നോക്കാം നമുക്ക് അല്ലേ. അപ്പം പഠിക്കൂലേ? 2 വട്ടം കേൾക്കുമ്പോൾ പഠിക്കും. അടുത്തിന് എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് നോക്കാൻ പോകണം. ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഇത്തിരി ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഇത്തിരി കട്ടിയായിട്ട് തോന്നും, സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ശ്രദ്ധിക്കും. പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട യോജിക്കാത്ത പ്രസ്താവനകൾ. ഇതിനെക്കുറിച്ചുള്ളതാണ് പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട യോജിക്കാത്ത പ്രസ്താവന. ഒന്നാമത്തെ പ്രസ്താവന പറയട്ടാ. ഇതിൽ നയങ്ങളെ 2ആയി തിരിക്കുന്നു. നയങ്ങളെ എത്രയായിട്ട് തിരിക്കുന്നു? 2ആയി. 1 സുസ്ഥിരമാക്കൽ നടപടികൾ, 2 ഘടനാപരമായ പരിഷ്കാരങ്ങൾ. 1 സുസ്ഥിരമാക്കൽ നടപടികൾ, 2 എന്താണ്? ഘടനാപരമായ പരിഷ്കാരങ്ങൾ. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാ തെറ്റാ? ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കേട്ടോ. സുസ്ഥിരമാക്കൽ നടപടികളിൽ അടവ് ശിഷ്ടത്തിലെ കമ്മി പരിഹരിക്കുന്നതിനും പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിനുമാണ് ലക്ഷ്യം വെക്കുന്നത്. ശരി. അതായത് അതിൽ പേരിൽ തന്നെ ഉണ്ട് സുസ്ഥിരമാക്കൽ നടപടി. അപ്പോൾ സുസ്ഥിരമാക്കുമ്പോൾ എന്ത് ചെയ്യണം? കമ്മി പരിഹരിക്കണം. കൊടുക്കാനുള്ള പൈസ എന്ത് ചെയ്യണം? പരിഹരിക്കണം. പിന്നെ എന്ത് ചെയ്യുക? പണപ്പെരുപ്പം നിയന്ത്രിക്കുക. ആ വാക്കിൽ തന്നെ ഉണ്ട് സുസ്ഥിരമാക്കൽ നടപടികളിൽ അടവ് ശിഷ്ടത്തിലെ കമ്മി പരിഹരിക്കുന്നതിനും പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിനും ലക്ഷ്യം വെക്കുന്നു. ഓക്കെ, അടുത്ത സ്റ്റേറ്റ്മെന്റ്. ഘടനാപരമായ പരിഷ്കാര നയങ്ങൾ ഹ്രസ്വകാല നടപടികളാണ്. ഘടനാപരമായ പരിഷ്കാരങ്ങൾ എപ്പോഴും എന്താണ്? ദീർഘകാല നടപടികളാണ്. ഘടനകൾ ഉണ്ടാകുന്നു അല്ലേ. നോക്കി, അടുത്ത സ്റ്റേറ്റ്മെന്റ് അതിനെ പറ്റിയാണ്. ഘടനാപരമായ പരിഷ്കാരങ്ങളിൽ സമ്പദ് വ്യവസ്ഥയുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുക, അന്താരാഷ്ട്ര മത്സരക്ഷമത വർദ്ധിപ്പിക്കുക എന്നിവയാണ് ലക്ഷ്യം. അത് ശരിയാണ് കേട്ടോ. ഘടനാപരമായ പരിഷ്കാരങ്ങളിൽ സമ്പദ് വ്യവസ്ഥയുടെ കാര്യക്ഷമത എന്ത് ചെയ്യും? മെച്ചപ്പെടുത്തുക, അന്താരാഷ്ട്ര മത്സരക്ഷമത എന്ത് ചെയ്യും? വർദ്ധിപ്പിക്കുക. ഇതൊക്കെ എന്ത് ചെയ്യും? ചെറിയ കാലം കൊണ്ട് പറ്റൂ? ഇല്ല. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് എങ്ങനെ വരണം?
ഘടനാപരമായ പരിഷ്കരണങ്ങൾ ദീർഘകാല നടപടികളാണ് എന്ന് വന്നാൽ ശരിയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഏതിനെ കുറിച്ചാ? പുത്തൻ സാമ്പത്തിക നയങ്ങൾ അല്ലേ. പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ഏത് വർഷം? 1991. പ്രധാനമന്ത്രിയെ പറ. PV നരസിംഹറാവു. ആ സമയത്തെ ധനകാര്യമന്ത്രി മൻമോഹൻ സിംഗ് ആണ്. തെറ്റിപ്പോലെ കേട്ടോ. ആ പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കുമ്പോൾ ധനകാര്യമന്ത്രി ആരായിരുന്നു? മൻമോഹൻ സിംഗ്. അപ്പോഴത്തെ റിസർവ് ബാങ്ക് ഗവർണറെ കൂടെ അറിഞ്ഞു വെച്ചേക്കുക. S. വെങ്കിട്ടരാമൻ. ആരാണ്? S. വെങ്കിട്ടരാമൻ. പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കുമ്പോൾ ഇന്ത്യയുടെ റിസർവ് ബാങ്ക് ഗവർണറായിരുന്നു വെങ്കിട്ടരാമൻ. ഓക്കെ, ഒരു സ്റ്റേറ്റ്മെന്റ് പറയണേ. പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ഭാഗമായി മുന്നോട്ട് വെച്ച ഘടനാപരമായ പരിഷ്കാരങ്ങളായിരുന്നു ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. പറയാമോ? നമ്മൾ നേരത്തെ പറഞ്ഞതിലുള്ളതിന് ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം അല്ലേ. എന്താണ് ഉദാരവൽക്കരണം? ഉദാരവൽക്കരണം അതായത് അനാവശ്യ സർക്കാർ നിയന്ത്രണങ്ങളിൽ നിന്ന് സമ്പദ് വ്യവസ്ഥ എന്ത് ചെയ്യും? മോചിപ്പിക്കുക. അതായത് സർക്കാരിൻ്റെ നിയമങ്ങളൊക്കെ എന്ത് ചെയ്യും? കുറയ്ക്കുക. അതായത് പണ്ട് കാലത്ത് ഇന്ത്യയിൽ ഒരു ബിസിനസ് ഒന്നും തുടങ്ങാൻ പറ്റൂല, ടാക്സ് കൂടുതലാണ്, പിന്നെ അതിനുള്ള മാർഗനിർദ്ദേശങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? കൂടുതലാണ്. അങ്ങനെ പെട്ടെന്നൊന്നും തുടങ്ങാൻ പറ്റില്ല. അപ്പോൾ സർക്കാരിൻ്റെ നിയന്ത്രണങ്ങൾ എന്ത് ചെയ്യുക? എടുത്തു കളയുക. അനാവശ്യ സർക്കാർ നിയന്ത്രണങ്ങൾ എന്ത് ചെയ്യുക? എടുത്തു കളഞ്ഞ് സമ്പദ് വ്യവസ്ഥ എന്ത് ചെയ്യും? മോചിപ്പിക്കും. ഇതിനെയാണ് എന്തെന്ന് പറയണം? ഉദാരവൽക്കരണം. സ്വകാര്യവൽക്കരണം അറിയാലോ. ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ പൊതുമേഖലയുടെ പങ്കാളിത്തം എന്ത് ചെയ്യുക? കുറയ്ക്കുക. അതായത് ഗവൺമെൻറ് ഇടപെടൽ തന്നെ എന്ത് ചെയ്യുക? കുറയ്ക്കുക. എന്നിട്ട് പ്രൈവറ്റൈസേഷൻ എന്ത് ചെയ്യുക? കൂട്ടുക. അതാണ് സ്വകാര്യവൽക്കരണം. ഇനി ആഗോളവൽക്കരണം. രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ മറ്റ് ആഗോള സമ്പദ് വ്യവസ്ഥയുമായി സമന്വയിപ്പിക്കുക. ഒന്നുകൂടെ പറയാം. രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ആഗോള സമ്പദ് വ്യവസ്ഥയുമായി സമന്വയിപ്പിക്കുക. ഓക്കെ, അപ്പം പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. ഉദാരവൽക്കരണം എന്ന് വെച്ചാൽ എന്താ? അനാവശ്യമായ സർക്കാർ നിയന്ത്രണങ്ങൾ എന്ത് ചെയ്യുക? എടുത്തു കളയുക. സ്വകാര്യവൽക്കരണം എന്ത് ചെയ്യുക? സർക്കാർ, പൊതുമേഖല എന്നിവയുടെ പങ്കാളിത്തം എന്ത് ചെയ്യുക? കുറയ്ക്കുക. അത് ആർക്ക് കൊടുക്കുക? പ്രൈവറ്റിന് കൊടുക്കുക അല്ലേ. അടുത്ത ആഗോളവൽക്കരണം എന്താ? ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ആഗോള സമ്പദ് വ്യവസ്ഥയുമായി എന്ത് ചെയ്യുക? സമന്വയിപ്പിക്കുക. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇനി പറ. ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ജനീവ. ലോക ബാങ്ക് ആണെങ്കിൽ എവിടെ? ലോക ബാങ്ക് IMF-ഉം ലോക ബാങ്കും ബ്രിട്ടൻസ് വുഡ് ഇരട്ടകൾ എന്നാണ് അറിയപ്പെടുന്നത്. അമേരിക്കയിലെ സ്ഥലമാണ് വാഷിങ്ടൺ. എവിടെയാണ്? വാഷിങ്ടൺ. അപ്പോൾ ലോകബാങ്കിന്റെ ആസ്ഥാനം വാഷിങ്ടൺ. അന്താരാഷ്ട്ര നാണയനിധിയുടെ ആസ്ഥാനം എവിടെ തന്നെയാണ്? വാഷിങ്ടൺ. ഇനി ADB, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്, ഫിലിപ്പീൻസിലെ മനില. ADBയുടെ ആസ്ഥാനം എവിടെയാണ്? ഫിലിപ്പീൻസിലെ മനില. സാർക്കിന്റെ ആസ്ഥാനം കാഠ്മണ്ഡു. ശ്രദ്ധിച്ചിരിക്കോ? ബുക്ക് നോക്കി വായിക്കണ്ട, അതിന്റെ ആവശ്യമില്ലല്ലോ. സാർക്കിന്റെ ആസ്ഥാനം എവിടെയാണ്? കാഠ്മണ്ഡു. സാർക്കിലെ അംഗസംഖ്യ എങ്ങനെ പഠിച്ചു വെക്കണം? 8 അംഗങ്ങളാണ്. സാർക്കിന്റെ ആസ്ഥാനം എവിടെയാണ്? കാഠ്മണ്ഡു. അംഗസംഖ്യകൾ എത്രയാണ്? 8. ഈ സാർക്കിന്റെ ഫുൾ നെയിം ചോദിക്കും കേട്ടോ. സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷൻ കേട്ടോ. സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷൻ. ക്ലിയർ ആണോ? ഈ കോർപ്പറേഷൻ മാറ്റിയിട്ട് കൺട്രീസ് തന്നാൽ മാർക്ക് പോകും. നമ്മൾ ഏതെടുത്ത് എഴുതാൻ സാധ്യതയുണ്ട്? കൺട്രീസ് എഴുതാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൺട്രീസ് അല്ല, കോർപ്പറേഷൻ. ഒന്നുകൂടെ പറ. സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷൻ. യൂറോപ്യൻ യൂണിയന്റെ ആസ്ഥാനം ബെൽജിയത്തിലെ സ്ഥലമാണ് ബ്രസൽസ് ആണ്. ഇതാണ് ബ്രസൽസ്. യൂറോപ്യൻ യൂണിയന്റെ ആസ്ഥാനം ബ്രസൽസ്. ആസിയാൻ ആസ്ഥാനം അറിഞ്ഞൂടല്ലേ? ജക്കാർത്ത. ആസിയാന്റെ ആസ്ഥാനം എവിടെയാണ്? ജക്കാർത്ത. ആസിയാന്റെ ആസ്ഥാനം ആസിയാന്റെ ഫുൾ നെയിം പറ. അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻ. ഏഷ്യൻ നേഷൻ ആണ്. ഏതിന്റെ? സൗത്ത് ഈസ്റ്റ് കേട്ടോ. അപ്പൊ ആസിയാന്റെ ഫുൾ നെയിം പറ. അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻ. ഒന്നുകൂടെ പറ. അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻ. ഒന്നുകൂടെ പറ. അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻ അല്ലേ. അപ്പൊ സാർക്കിന്റെ സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ
റീജിയണൽ കോർപ്പറേഷൻ. ഒന്നുകൂടെ പറ. സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷൻ. ഓക്കെ. ഇനി നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ട് ബ്രിക്സിന്റെ ആസ്ഥാനം ഷാൻഹായ്, ചൈന. ബ്രിക്സിന്റെ ആസ്ഥാനം ഷാൻഹായ്. സാർക്കിന്റെ ആസ്ഥാനം സാർക്കിന്റെ ആസ്ഥാനം സാർക്കിന്റെ ആസ്ഥാനം പാടികൾ കിട്ടും. കാഠ്മണ്ഡു. കാഠ്മണ്ഡു എവിടെയാ? നേപ്പാളിലാണ് കാഠ്മണ്ഡു. ആസിയാന്റെ ആസ്ഥാനമാണ് ഇവിടെ ജക്കാർത്ത. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് മനില, ഫിലിപ്പീൻസിലെ മനില. ലോക ബാങ്ക് വാഷിംഗ്ടൺ. അന്താരാഷ്ട്ര നാണയനിധി ലോക വ്യാപാര സംഘടന എന്നാ പറ. പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയപ്പോഴുള്ള റിസർവ് ബാങ്ക് ഗവർണർ എസ് വെങ്കിട്ടരാമൻ. ഓക്കെ. കുറേ കാര്യങ്ങൾ നമ്മൾ ഓടിച്ചു നോക്കി അല്ലേ. ഇനി അടുത്തൊരു ക്ലാസ്സുകളിൽ കാണാം.